ഈ ലോകം അവസാനിച്ചാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ജീവന്റെ അംശമില്ലാതെ വെറുതെ കറങ്ങുന്ന കുറേ ഗ്രഹങ്ങൾ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ അല്ലാതെ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ ഇതുപോലെ ജീവികളുണ്ടോ? ചില ഗ്രഹങ്ങളിൽ ഏലിയൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ. പിന്നെ ഭൂമിയിൽ നിന്നും 1000 പ്രകാശവർഷം അകലെ സൂര്യനെപ്പോലെ കത്തുന്ന ഗോളത്തെ വലം വയ്ക്കുന്ന ഒരു ഗ്രഹത്തെ നാസ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പേര്? ആ, കെപ്ലർ. കെപ്ലർ 22b. ഭൂമിയുടെ 2 ഇരട്ടി വലിപ്പമുള്ള അവിടെ ജീവന് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ പോലുള്ള മനുഷ്യരാണോ? ആയിരിക്കും. ചിലപ്പോൾ ഭൂമിയിൽ പണ്ട് ഉണ്ടായിരുന്ന പോലുള്ള ആളുകൾ, രാജാവും പടയാളികളും. ചിലപ്പോൾ നമ്മളെപ്പോലുള്ള ന്യൂജൻ ആളുകൾ. അയാളാണോ? ഹലോ, എന്താ ഈ കാര്യങ്ങൾ? ഹലോ. കട്ടായി. ഹലോ. ആ, ഞാൻ കടപ്പുറത്താണ്. ഹലോ, റേഞ്ച് കുറവാണ്. ഹലോ, ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, പറ, എന്താ ഈ കാര്യങ്ങൾ? നാളെ തന്നെ പണി തുടങ്ങിക്കൊള്ളൂ. ഹാരിസ് പറഞ്ഞ തുക അത് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഹലോ, സാധനം മില്ലിൽ എത്തിക്കണം. ഹലോ, നീ എവിടെയാ? ഹലോ, ഞാൻ ടവറിനടുത്ത് തന്നെയാണുള്ളത്. നിങ്ങൾ റേഞ്ചിൽ നിൽക്കൂ. ഹലോ. ഹലോ. കട്ടായി. റേഞ്ചില്ല. കട്ടായാണ് കേട്ടത്. പണി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. സാധനം അയാളുടെ മില്ലിൽ എത്തിക്കണം. $30 സ്ഥലമല്ലേ ഉള്ളൂ. മൊത്തം കാട് പിടിച്ച് കിടക്കുക. അതിൽ ഞാൻ നോക്കിയിടത്തേക്ക് 12 ജാതിമരവും 7 പ്ലാവും 5 മാവും ഉണ്ട്. ഇതെല്ലാം മുറിക്കണോ? വേണം, എല്ലാം മുറിക്കണം. ആകെ 24 മരമുണ്ട്. അയാൾ വന്ന് നോക്കിയതാ. അതൊക്കെ കൂടിയാണ് 18 ലക്ഷം പറഞ്ഞത്. ആ പണം കിട്ടിയാലേ ഞാൻ രക്ഷപ്പെടും. ചെയ്ത ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ഞാനാകെ കടത്തിലാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നല്ല ലുക്കുള്ള സ്ഥലമായതുകൊണ്ട് വിൽക്കാനും പറ്റില്ല. അതെന്താ അങ്ങനെ? ലുക്കെന്ന് വെച്ചാൽ അപ്പുറത്തൊരു നാഗത്തറയുണ്ട്. നാഗത്താന്മാരുടെ നോക്ക് ആ പറമ്പിലേക്കാണ്. ഓ, ആ ലുക്ക്. പേപ്പറായിട്ടും കോമഡി ഇട്ടില്ല. കഴിഞ്ഞില്ലേ? എന്നാ പോകാം. നീ നാളെ മുതൽ രാജാവല്ലേ? കടമൊക്കെ തീരാൻ പോവല്ലേ? പിന്നൊരു കാര്യം, മരം വിറ്റ് കിട്ടിയ പൈസന്ന് നീ എനിക്ക് കുറച്ച് പൈസ തരണം. കമ്മീഷനായിട്ട് കിട്ടിയാൽ മതിയില്ലേ? എന്തെന്നറിയോ, രാത്രിയിൽ ഭയങ്കര ചൂട്, ഉറങ്ങാൻ പറ്റുന്നില്ല. മുറിയിലൊരു AC വാങ്ങി ഫിറ്റ് ചെയ്യാനാ. എന്തേ? അതൊക്കെ തരാം. നീ മരം മുറിക്കാൻ ആളെ ഏർപ്പാടാക്കി. എല്ലാ മരങ്ങളും ഒന്നിച്ച് മുറിക്കുമ്പോൾ പാർട്ടിക്കാരെങ്ങാനും വന്ന് കൊതി കെട്ടുവോ? അന്നേരം ഞാനും ഇടത് അനുഭാവിയാവും. നമുക്ക് 10 മരം വേറെ നടാം.
അവിടെ ശ്വാസം കിട്ടില്ല. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, വാ, പെട്ടെന്ന് വാ. ഈ സ്ഥലം എനിക്ക് പരിചയമില്ല. ഇവിടുത്തെ ആളുകൾ എങ്ങനെയായിരിക്കുമെന്നും അറിയില്ല. ദൂരെ നിന്ന് ആ ചുവന്ന കൊടി കണ്ടപ്പോൾ ഒരാശ്വാസം തോന്നി. സ്വന്തം കുടുംബത്തിലെത്തിയതുപോലെയുള്ള ഫീലിംഗ്. വെള്ളം വേണോ? കുറച്ച് വെള്ളേ ഉള്ളൂ, വേഗം കുടിച്ചോ. മരങ്ങളില്ല, മഴയില്ല, വെള്ളവുമില്ല. ദാ ആ കാണുന്നതാണ് അതിർത്തി. അതിനപ്പുറം ശ്വാസം കിട്ടില്ല. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്രത്യേക മരത്തിൽ നിന്നുമുള്ള ഓക്സിജന്റെ റേഞ്ച് കിട്ടില്ല. ചുറ്റുപാടും കുറേയധികം ടവറുകളുണ്ട്. പക്ഷേ അവയിലൊന്നും നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ ഇല്ല. അതിന് മരങ്ങൾ തന്നെ വേണം. അങ്ങോട്ട് പോകരുത്, അവിടെ ശ്വാസം കിട്ടില്ല. പറയുന്നത് കേൾക്ക്, അവിടെ ശ്വാസം കിട്ടില്ല. ഹലോ, ഹലോ. ഞാൻ സൈറ്റിലെത്തി. പണിക്കാരുണ്ട്. നീ ഇതെവിടെ? പെട്ടെന്ന് വാ. എനിക്ക് മുമ്പിൽ വേറെ വഴിയില്ലടാ. എന്നാലും അത് വേണ്ടടാ. പൂർവികരാരോ നട്ടുപിടിപ്പിച്ച ആ മരങ്ങൾ മുറിക്കാൻ നമുക്ക് അർഹതയില്ല. എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ നാഗത്തന്മാരെ, നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ സ്ഥലം വിൽക്കാനും പറ്റില്ല, ഇവിടുത്തെ മരങ്ങൾ മുറിക്കാനും പറ്റില്ല. അതാണ് അതിന്റെ സത്യം. ഓസിക്ക് ഒരു AC വാങ്ങാന്ന് കരുതിയത്, അത് വന്നു പോയി. വിട്ടോ അടുത്ത സൈറ്റ് എവിടെ